നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണം മാറിയതോടെ CPM ക്രിമിനലുകൾക്കെല്ലാം കാലക്കേട്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ എല്ലാത്തിനെയും തൂക്കി അകത്തിടാൻ പോലീസിനോട് ഉത്തരവിട്ട് കോടതി. ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ 3 തവണ ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തലയോട്ടി വരെ പിളർന്ന് അതിദാരുണമായിട്ടായിരുന്നു ഷുഹൈബിന്റെ മരണം. ആകാശ് തില്ലങ്കേരി അടക്കം 17 പേരായിരുന്നു കേസിലെ പ്രതികളെല്ലാം CPMകാരാണ്. പിണറായി കാലത്ത് കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ ആകാശും കൂട്ടരും ഞെളിഞ്ഞ് പുറത്തിറങ്ങി ഗീർവാണമടിയായിരുന്നു. ഇപ്പോൾ ആടപടലം പണി കിട്ടി വീണ്ടും അകത്തേക്ക്. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചാണ് പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ചെന്നിത്തലയാട ആഭ്യന്തരമന്ത്രി, നിനക്കൊക്കെയുള്ള പണി തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് പറഞ്ഞ് കോൺഗ്രസ് UDF സൈബർ ഗ്രൂപ്പുകളുടെ അർമാദം. പിണറായി വാഴയല്ല ആഭ്യന്തരത്തിൽ. സൗമ്യനെന്ന് തോന്നും, പക്ഷേ ആഭ്യന്തരത്തിൽ ഇരിക്കുന്നത് പുലിയാണ് കമ്മികളെ. വകുപ്പ് RC ഒറ്റയ്ക്കാ ഭരിക്കുന്നത്, അല്ലാതെ വിജയൻ ഇരുന്നപ്പോൾ P ശശി ഭരിച്ചതുപോലെ അല്ല എന്ന് പിണറായി വിജയനെ എടുത്തിട്ടലക്കിക്കൊണ്ടാണ് സൈബർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ജയ് വിളിക്കുകയാണ് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ. ആകാശ് തില്ലങ്കേരി കൂട്ടരുടെ ജാമ്യം റദ്ദാക്കിയെന്ന വാർത്ത പുറത്തു വന്നതോടെ സൈബറിടം കത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എൻട്രി. മുൻപ് മാസ് കാണിക്കാൻ ഥാറിന്റെ മുകളിൽ ഒരു പട്ടിയോടൊപ്പം കയറിയിരുന്ന് ആകാശ് തില്ലങ്കേരി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിനുള്ള മറുപടി കൂടിയായിട്ട് തീ പാറിക്കുന്ന ഒരു ഐറ്റമാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത്. ഈ നായ്ക്കൊപ്പം കുരച്ചോണ്ടിരുന്നവന്റെയും അവന്റെ കൂടെ ഷുഹൈബിനെ വേട്ടയാടാൻ പോയ തില്ലങ്കേരിയിലെ സകല എണ്ണത്തിന്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. വീട്ടാതെ വിടില്ല ഒരു കണക്കും. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുറിപ്പ്. ഈ പോസ്റ്റിന് താഴെ വലിയ മാന്യത വേണ്ട രാഹുൽ, തില്ലങ്കേരിയിലെ CPM ക്രിമിനൽ പട്ടികളുടെ ജാമ്യം റദ്ദാക്കി, അങ്ങനെ മതിയെന്ന് കമന്റുകളും വരുന്നു. അതായത് രാഹുൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUകാരും എല്ലാവരും കൂടി വന്നിട്ടാണ് കമന്റുകൾ ഇട്ട് പൂരപ്പറമ്പാക്കുന്നത്. ഫോട്ടോയിൽ കാണുന്ന നായയുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നില്ലേ, അതെവിടെയെന്നും ചിലർ കമന്റുകൾ ഇടുന്നു. പിണറായി വിജയന്റെ ഭരണകാലത്ത് ഖജനാവിലെ പണമെടുത്ത് വീശിയാണ് ഈ ക്രിമിനൽ കൂട്ടരെ സംരക്ഷിക്കാൻ നീക്കം നടന്നത്. കേസിന്റെ വിചാരണ നടപടികൾ ഈ മാസം 18-ാം തീയതി മുതൽ കോടതിയിൽ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ആദ്യ ഘട്ടമായി ആക്രമണത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിന്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. സാക്ഷി വിസ്താരം പൂർത്തിയായതിന് പിന്നാലെ വിചാരണ നടപടികൾ നിലവിലെ കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ രംഗത്തെത്തുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം നടത്തുകയും ചെയ്തിരുന്നു. പ്രതിഭാഗത്തിന്റെ ഈ കോടതി മാറ്റത്തിനുള്ള നീക്കത്തെ തുടർന്നാണ് പ്രോസിക്യൂഷൻ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. മുൻപ് ഇതേ കോടതി തന്നെയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നതെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ജഡ്ജി ജാമ്യം റദ്ദാക്കുകയായിരുന്നു. UDF സർക്കാർ അധികാരമേൽക്കുന്ന അതേ ദിവസമായിരുന്നു കേസിൽ വിചാരണ തുടങ്ങിയത്. ഇടത് സർക്കാരിന്റെ തടസ്സങ്ങളെല്ലാം മറികടന്നാണ് ഷുഹൈബ് കേസ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയത്. സമാനതകളില്ലാത്ത രീതിയിലാണ് പ്രതികൾക്ക് അനുകൂലമായി സർക്കാർ ഇടപെടലുകൾ പലതവണയുണ്ടായത്. അതായത് പിണറായി വിജയന്റെ ഭരണകാലത്ത് CBI അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചുവെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ച് സർക്കാർ അനുകൂല വിധി നേടി. CBI അന്വേഷണത്തിനെതിരെ കോടതിയിൽ പൊരുതാൻ പൊതുഖജനാവിൽ നിന്ന് പിണറായി സർക്കാർ ചെലവാക്കിയത് 86 ലക്ഷം രൂപയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കണം, ഒരു കൂട്ടം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ജനങ്ങളുടെ പണമെടുത്തു. CBI ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ സ്വന്തം അഭിഭാഷകനെ വെക്കാനുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിനും സർക്കാർ വിലങ്ങുതടിയായിരുന്നു. കുടുംബം കോടതിയെ സമീപിക്കുകയും തീരുമാനമെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും സർക്കാർ കണ്ട ഭാവം നടിച്ചില്ല. കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുമെന്ന് കുടുംബം സർക്കാരിനെ അറിയിച്ചതിന് പിന്നാലെയാണ് സ്വന്തം അഭിഭാഷകനെ വെക്കുന്നതിന് അനുമതി നൽകിയത്. ഇതിന്റെ ചെലവ് KPCC ആണ് വഹിക്കുന്നത്. ജൂലൈ 10 വരെ തുടർച്ചയായി വിചാരണ നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ള 137 സാക്ഷികളെ വിസ്തരിക്കും. അതേസമയം പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ കോടതി നടപടിയെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്തു. വിചാരണ വൈകിപ്പിച്ച് കേസിൽ നിന്ന് ആനുകൂല്യം നേടാനുള്ള പ്രതികളുടെ ശ്രമത്തിനുള്ള തിരിച്ചടിയാണിത് എന്ന്
യൂത്ത് കോൺഗ്രസ് കണ്ണൂർ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് പ്രതികരിച്ചു. കേരളത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് ഷുഹൈബ് വധക്കേസ്. യൂത്ത് കോൺഗ്രസ് നേതാവ് SP ഷുഹൈബിനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിദാരുണമായിട്ടായിരുന്നു. കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യവും പ്രാദേശിക തലത്തിലുള്ള ഗൂഢാലോചനയുമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഷുഹൈബ് വധത്തിന് പിന്നാലെ സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത്. എന്നാൽ ഉന്നതതല ഗൂഢാലോചനയോ പ്രമുഖ നേതാക്കളുടെ ആസൂത്രണമോ കൊലയ്ക്ക് പിന്നിലുള്ളതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. അതോ ഇവരെയൊക്കെ രക്ഷിച്ചെടുത്തതാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. 2018 ഫെബ്രുവരി 12 രാത്രി 10:45 എടയന്നൂർ തെരൂരിലെ തട്ടുകടയ്ക്ക് മുൻപിലാണ് ഷുഹൈബിനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 41 തവണ ശരീരത്തിൽ വെട്ടേറ്റിരുന്നു. കാലിലും ഒട്ടേറെ പരിക്കുകൾ, അതായത് നിരവധി തവണ കാലിൽ വെട്ടിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഷുഹൈബ് മരിക്കുന്നത്. ജനുവരി 12 എടയന്നൂർ ടൗണിലുണ്ടായ CPM കോൺഗ്രസ് സംഘർഷത്തിൽ CITU പ്രവർത്തകൻ ചാലോടിലെ ബൈജുവിന് പരിക്കേറ്റതായും ബൈജുവും CPM പ്രാദേശിക നേതാക്കളും നടത്തിയ ഗൂഢാലോചനയാണ് ഷുഹൈബിന്റെ കൊലപാതകത്തിൽ എത്തിയത് എന്നായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. സ്കൂളിലെ സംഘർഷത്തിലും എടയന്നൂർ ടൗണിലെ സംഘർഷത്തിലും CITU പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവത്തിലും ഷുഹൈബ് പ്രതിയായിരുന്നു. ഷുഹൈബിന്റെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കേസിന്റെ അന്വേഷണം CBIക്ക് വിടാൻ പലതവണയായിരുന്നു ആ കുടുംബം ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാർ ഉയർത്തിയ എതിർവാദങ്ങൾ തള്ളിയായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷുഹൈബിന്റെ മാതാപിതാക്കളായ CP മുഹമ്മദ്, റസിയ എന്നിവർ നിരവധി തവണയാണ് കയറി ഇറങ്ങിയത്. എന്നിട്ടും സർക്കാർ ഇവരെ കണ്ട ഭാവം നടിച്ചില്ല. കോടതികളിൽ ഇവരെ അപമാനിക്കാനുള്ള നീക്കമാണ് നിരന്തരം ഉണ്ടായത്. ഇതുകൂടാതെ CPMന്റെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് ഈ കുടുംബത്തിന് നിരന്തരം ഭീഷണികൾ. ഇത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഭീഷണികളും അതൊന്നും വകവെക്കാതെയായിരുന്നു ആ കുടുംബം തൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടി, അവനെ കൊലപ്പെടുത്തിയവർ എല്ലാവരും നിയമത്തിന് മുന്നിൽ എത്തണം, കോടതി കൃത്യമായ ഇടപെടൽ നടത്തണം, അവർ അഴിക്കുള്ളിൽ കിടക്കണം എന്നുള്ള ആവശ്യവുമായി ആ അമ്മയും അച്ഛനും നിരന്തരം പോരാട്ടം നടത്തുകയായിരുന്നു. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിച്ച് നിലപാടെടുത്ത ദിവസമായിരുന്നു CBI അന്വേഷണം ഉത്തരവിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. എന്തായാലും വലിയ ഒരു പോരാട്ടം ഈ ഒരു അന്വേഷണത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ കുടുംബം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ പിണറായി വിജയന്റെ കാലത്ത് അവർക്കൊക്കെ, ഈ ക്രിമിനലുകൾക്കൊക്കെ ജാമ്യം കിട്ടിയപ്പോഴും ആ മാതാപിതാക്കൾ വലിയ വേദനയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ ഭരണം മാറിയതോടുകൂടി ആ കുടുംബത്തിന് അനുകൂലമായ നിലപാടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ഏകദേശം ഒരു കാര്യം ഉറപ്പായി. ഈ 10 വർഷക്കാലത്ത് UDF, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSUക്കാരെയൊക്കെ വേട്ടയാടിയതിനുള്ള മറുപടി CPMകാർ മേടിച്ചു കൂട്ടും എന്നുള്ളത്. ഷുഹൈബ് മരണപ്പെട്ടതിന് പിന്നാലെ ഷുഹൈബിനെ അനുസ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രചരിച്ച ഒരു കുറിപ്പുണ്ടായിരുന്നു. ഇന്നും ആ കുറിപ്പ് വലിയ വൈറലാണ്. അതിലെ ചില കാര്യങ്ങൾ കോൺഗ്രസ്, UDF, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ആവേശം ഇപ്പോഴും കൂട്ടുന്നതാണ്. ആ കുറിപ്പ് നമുക്ക് ഒന്ന് പരിശോധിക്കണം. കാരണം അതിലെ ചില കാര്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ കുറിപ്പിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: എടയന്നൂരിലെ താരകം. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ എടയന്നൂർ എന്ന പ്രദേശത്ത് തൻ്റെ ഇല്ലായ്മയിലും കഷ്ടപ്പാടിലും പാവപ്പെട്ടവർക്ക് അത്താണിയായ ഒരുവനുണ്ടായിരുന്നു. വെറും 29 വയസ്സ് പ്രായമുള്ള ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഷുഹൈബ് എന്നായിരുന്നു അവൻ്റെ പേര്. ഇന്ന് ഈ പേര് ലോകമറിയും. കാരണം ഒരു നിസാര സ്കൂൾ സംഘർഷത്തിന്റെ പേരിൽ 41 വെട്ടുകൾ കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ സാന്ത്വന വാഹകനായിരുന്നു ഷുഹൈബ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും അവൻ ബോസ് ആയിരുന്നു. കാരണം അതുപോലെ അവരെ സംരക്ഷിച്ചിരുന്നു അവൻ. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ അവൻ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന രീതിയിൽ അവൻ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി. സ്കൂൾ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ എന്നിവയിൽ ഷുഹൈബിന്റെ പ്രവർത്തന മികവിൽ കോൺഗ്രസ് വിജയിച്ചു. ഇതെല്ലാം ഷുഹൈബ് മാർക്സിസ്റ്റുകാരുടെ കണ്ണിലെ കരടായി മാറാൻ കാരണമായി. ഷുഹൈബ് സാന്ത്വന പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ അധിക മാർക്സിസ്റ്റ് കുടുംബവും ഷുഹൈബിനൊപ്പം നിന്നു. സ്വന്തം വൃക്ക പോലും ദാനം ചെയ്യാൻ ഷുഹൈബ് തീരുമാനിച്ചിരുന്നു. എടയന്നൂർ സ്കൂളിൽ നടന്ന ചെറിയ SFI KSU സംഘർഷം ചാലോടിലെ CITU ഗുണ്ടകൾ വന്ന് KSU പ്രവർത്തകരെ അടിച്ചില്ലാതാക്കുന്നതിലേക്കെത്തി. കോൺഗ്രസിന്റെ ഓഫീസ് പൊളിച്ചു.
എടയന്നൂരിൽ ക്രമസമാധാനം തകർക്കുകയും ചെയ്തു. ഇതിനെതിരെ അതേ രീതിയിൽ പ്രതികരിക്കാൻ ഷുഹൈബും കൂട്ടുകാരും മുന്നോട്ട് വന്നു. ഇതിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി 15 ദിവസം ജയിലിൽ കിടത്തുകയും ചെയ്തു. അപ്പോഴേക്കും ഷുഹൈബിനെ കൊല്ലാനുള്ള ആലോചന CPM തുടങ്ങിയിരുന്നു. ഇതിനായി എല്ലാ സഹായങ്ങളും ഉന്നതതല നേതാക്കൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ജീവന് ഭീഷണി ഉണ്ടായിട്ടും ഒളിവിൽ പോകാതെ സധൈര്യം ഷുഹൈബ് നാട്ടിൽ സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഫെബ്രുവരി 12 തിങ്കളാഴ്ച ഷുഹൈബ് പതിവ് പോലെ എടയന്നൂരിലെ എല്ലാ സാന്ത്വന പ്രവർത്തനങ്ങൾക്കും വേണ്ടി എത്തി. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് രക്തം ആവശ്യമുണ്ടെന്ന് ഷുഹൈബ് അറിഞ്ഞ് അവൻ ഹോസ്പിറ്റലിൽ പോയി. ബ്ലഡ് കൊടുത്ത ശേഷം അവൻ എടയന്നൂരിലേക്ക് തിരികെ വന്നു. അവിടെ നിന്ന് പാവപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് 1 മാസത്തെ ഭക്ഷണ സാധനം എത്തിച്ചു കൊടുത്തു. രാത്രി ആയപ്പോൾ ഖുറാൻ സെന്ററിന് വേണ്ടി പിരിവെടുക്കാൻ ഇറങ്ങി. 10 മണിയായപ്പോൾ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ പോയി. അപ്പോഴെല്ലാം CPM ഗുണ്ടകളുടെ കഴുകൻ കണ്ണുകൾ ഷുഹൈബിന് പിറകിലുണ്ടായിരുന്നു. ചായ കുടിച്ചു പോകാൻ നേരം ഒരു വാഗണർ കാറിൽ കൊലയാളി സംഘം ഷുഹൈബിന്റെ അടുത്തേക്ക് പാഞ്ഞു കയറി. എന്നിട്ടും ഷുഹൈബ് ഓടിയില്ല. കൊലയാളികൾ ഇറച്ചി കഷ്ണം വെട്ടുന്നത് പോലെ കാലുകൾ വെട്ടി നുറുക്കി. തടയാൻ ശ്രമിച്ച കൂട്ടുകാരനെയും വെട്ടി. ആശുപത്രിയിലേക്കുള്ള പോക്കിൽ ഷുഹൈബ് എന്ന സാന്ത്വന വാഹകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എടയന്നൂരിലെ പള്ളിക്കാട്ടിൽ അന്തിയുറങ്ങുകയാണവൻ. എടയന്നൂരിൽ ഇനിയും മുറിവുണങ്ങിയിട്ടില്ല. സ്കൂൾ പറമ്പത്ത് വീട്ടിൽ റസിയ എന്ന ഉമ്മ എന്തിന് തൻ്റെ മകനെ കൊന്നത് എന്നറിയാതെ ഇപ്പോഴും ഒരു ഇരിപ്പാണ്. 3 സഹോദരിമാർക്ക് ഈ വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. എടയന്നൂരിലെ സാന്ത്വന വാഹക, നീ മരിച്ചിട്ടില്ല. നിന്റെ നന്മകളിലൂടെ നീ ജീവിക്കുന്നു. എടയന്നൂരിലെ രാജകുമാരനായി തന്നെ നീ ജീവിക്കുന്നു. ഇതായിരുന്നു അന്നത്തെ ആ ഒരു കുറിപ്പ്. ആ ഒരു കുറിപ്പിലുണ്ട് ആ ചെറുപ്പക്കാരൻ എന്തായിരുന്നു, ആ നാട്ടിലെ ആൾക്കാർക്ക് അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷേ രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ പരസ്പരം കൊന്നും തിന്നും ഒരു കൂട്ടർ മാറുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ മാത്രം അവസ്ഥയല്ല പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇങ്ങനെ തന്നെയാണ്. ഒരു കൂട്ടം മനുഷ്യരെ ഇങ്ങനെ കൊല്ലാനും തിന്നാനുമായി ഇറക്കി വിട്ടിരിക്കുകയാണ്. പക്ഷേ 10 വർഷത്തെ പിണറായി വിജയൻ ഭരണകാലത്ത് ഈ CPMന്റെ ക്രിമിനലുകളൊക്കെ ജയിലിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അവർക്കൊക്കെ ഇഷ്ടാനുസരണം പരോള് കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ആകാശ് തില്ലങ്കേരി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആളാണ്. ആ ജാമ്യത്തിന് വേണ്ടി ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും അവരൊക്കെ അകത്തേക്ക് പോകുകയാണ്. ആ 17 ക്രിമിനലുകൾ വീണ്ടും അകത്തേക്ക് പോകുകയാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ കൊലപാതകത്തിൽ ആ ചെറുപ്പക്കാരന് നീതി കിട്ടണം. കാരണം ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, അവരുടെ പോരാട്ടമാണ്. ഇന്നും അവർ ആ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. മകൻ്റെ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ആവശ്യമേ ആ കുടുംബത്തിനുള്ളൂ. അതിനുവേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. നീതി പുലരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, അവനെ ഇല്ലാതാക്കാൻ CPMന്റെ നേതൃത്വത്തിലെ പലരും കളിച്ചു, മട്ടന്നൂരിലെ പലരും ഇതിൽ പ്രതികളാണ് എന്ന്. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം ക്രിമിനലുകളിലേക്ക് ആയുധം കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയായിരുന്നു. കൊന്നവർ മാത്രമാണ്, അതായത് വാളോങ്ങി വീശി വെട്ടിയവർ മാത്രമാണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത്. ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരിലേക്ക് അന്വേഷണം പോകുമോ? അതൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും ഷുഹൈബിന് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ മറ്റു 2 ചെറുപ്പക്കാർ കൂടി ഉണ്ടല്ലോ, ശരത് ലാലും കൃപേഷും. അവർക്കും നീതി കിട്ടണം, നീതി പുലരണം. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നേക്കുമായി അവസാനിക്കണം. പക്ഷേ 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച ജനങ്ങൾ ഈ CPMനെ വീട്ടിലിരുത്തിയപ്പോൾ ഉയർന്ന ഒരു കൊലവിളി ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആകാശ് തില്ലങ്കേരിയുടെയും അർജുൻ ആയങ്കിയുടെയും ഒക്കെ ഫേസ്ബുക്ക് വാളുകളിൽ നിറഞ്ഞത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത് നിങ്ങൾക്കൊട്ടും നല്ലതിനല്ല എന്ന ഒരു ഭീഷണിയായിരുന്നു. അതായത് ഞങ്ങൾ വീണ്ടും ആയുധമെടുക്കുമെന്ന ഒരു ഭീഷണി. എന്തായാലും ഈ രാഷ്ട്രീയ ക്രിമിനലുകൾ, അതേത് പാർട്ടിയിൽപ്പെട്ടവരായാലും രാഷ്ട്രീയ ക്രിമിനലുകളെ വെച്ചു പൊറുപ്പിക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.